എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക അടയാണ്. ഇത് വരിക്കച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം പഴുത്ത ചക്ക വേണം. ഇത് 1/2 കിലോ ചക്കച്ചുളയുണ്ട്. ഇതിൻ്റെ കുരുവും പാടയും ചകിണിയും മാറ്റിയെടുത്തതാണ്. ചക്കയട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: അരിപ്പൊടി 1/2 കിലോ, തേങ്ങ 1 എണ്ണം, പഴുത്ത ചക്കച്ചുള 1/2 കിലോ, ചുക്ക്, ജീരകം, ഏലയ്ക്ക പൊടിച്ചത് 2 സ്പൂണ്, ശർക്കര പാനി 1/2 കിലോ, ഉപ്പ് ആവശ്യത്തിന്. അര കിലോ ചക്കച്ചുള എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. നല്ലവണ്ണം അരയണ്ട, ചെറുതായി ഒന്ന് അരഞ്ഞാൽ മതി. അട കഴിക്കുമ്പോൾ ചക്കച്ചുള നമുക്ക് കടിക്കാൻ കിട്ടണം. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു പാത്രം എടുക്കാം. അതിൽ 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് പാനിയാക്കിയതാണ് ഇത്. ഈ ശർക്കര പാനിയിലേക്ക് 1/2 കിലോ നേർമയായി പൊടിച്ച അരിപ്പൊടി ചേർക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർക്കാം. പാകം അനുസരിച്ച് അരിപ്പൊടി അല്ലെങ്കിൽ ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങ തിരുമ്മിയെടുത്തതാണ് ഇത്. തേങ്ങ എത്ര ചേർത്താലും നല്ല രുചിയാണ്. ഇനി ചെറുതായിട്ട് അരച്ചെടുത്ത ചക്കച്ചുള ചേർക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കാം. ഇത് ചുക്ക്, ജീരകം, ഏലയ്ക്ക പൊടിച്ചതാണ്. 2 സ്പൂണ് ഉണ്ട്. ഒത്തിരി കട്ടിയാവരുത്. ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴണം. അടയുണ്ടാക്കാൻ വേണ്ടി ഇനി വാഴയില എടുക്കാം. ഇല വാട്ടേണ്ട ആവശ്യമില്ല. വാട്ടണം എന്നുണ്ടെങ്കിൽ ചൂടായ വെള്ളത്തിൽ ഈ ഇലകളെല്ലാം ഇട്ട് വാട്ടിയെടുക്കാവുന്നതാണ്. ഇല എടുത്തിട്ട് ഉണ്ടാക്കി വെച്ച ബാറ്റർ കുറച്ച് വീതം നമുക്ക് ചേർക്കാം. കുറച്ച് വീതം ചേർക്കാവൂ, അല്ലെങ്കിൽ അത് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മടക്കണം. കൈ കൊണ്ട് തന്നെ മടക്കാം. കൈ കൊണ്ട് അകത്ത് പരത്തേണ്ട ആവശ്യമില്ല. തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും. നല്ല ഷേപ്പായിട്ട് അട ഇങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ നമുക്ക് മുഴുവനും ഉണ്ടാക്കി നോക്കാം. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. അന്നേരം എല്ലായിടവും ഇങ്ങനെ സ്പ്രെഡാവും. ലൂസായി കുഴച്ചതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡായി കിട്ടിയത്. ഇങ്ങനെ പരത്തിയതാണ് ഇത്. തുറന്ന് കാണിക്കുക. ഇപ്പോഴേ ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരുന്നു. അങ്ങനെയെല്ലാം ഇലയിൽ പരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പരത്തിയ ശേഷം സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് സ്റ്റീം ചെയ്യുന്ന പാത്രം വെച്ച് എല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം. മുഴുവനായി ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് സ്വല്പം വെള്ളം കുടഞ്ഞ് കൊടുത്താൽ എല്ലായിടവും ഒരുപോലെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ താഴെയും മുകളിലും വേവും. ഇടയ്ക്കുള്ളത് വേവില്ല. 20 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്.
തണുത്തിട്ട് ഇത് കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപയോഗിക്കാം. നല്ല രുചിയുള്ള അട റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം. മുറിച്ച് കാണിക്കാം. വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അടുത്ത രുചിയുമായി ഉടനെ വരാം.